യു എയിലുള്ള മീഡിയ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫോളോ ചെയ്യേണ്ട 20 നിബന്ധനകൾ ഗവൺമെൻറ് പുറത്തിറക്കിയത് നിങ്ങൾ അറിഞ്ഞിരിക്കും. എന്തൊക്കെയാണ് ഇത് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ദിർഹംസിൻ്റെ ഫൈൻ നമുക്ക് ലഭിക്കുന്നതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ് അതൊക്കെ എന്ന് നോക്കാം. ഒന്നാമത്തത്, ഇസ്ലാം മതത്തെയും അതുപോലെ മറ്റ് മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമായിരിക്കണം നമ്മുടെ കണ്ടന്റ്. രണ്ടാമത്തത്, ഈ രാജ്യത്തിൻ്റെ ഗവർണൻസ് നിയമങ്ങളെയോ സിസ്റ്റത്തെയോ എതിർത്തുകൊണ്ട് പറയാൻ പാടില്ല. മൂന്നാമത്തേത്, പോളിസികളിലോ നിയമങ്ങളിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ചെയ്യാനോ അതിനെ നമ്മൾ പ്രചരിപ്പിക്കാനോ പാടില്ല. രാജ്യത്തിൻ്റെ വിദേശ നയങ്ങളിനെതിരായിട്ടുള്ള ഒരു കാര്യവും നാം പ്രചരിപ്പിക്കാൻ പാടില്ല. യു എയുടെ കൾച്ചർ, സംസ്കാരത്തെയും അതുപോലെ പൈതൃകത്തെയും ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇകഴ്ത്തുന്ന ഒരു കാര്യവും നാം നമ്മുടെ മീഡിയയിലൂടെ നാം പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നമ്മുടെ സംസ്കാരത്തെ ബാധിക്കുന്ന രീതിയിൽ, യൂണിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ, നമ്മൾ എമിറേറ്റ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടോയെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നോ അനാവശ്യമായിട്ട് പറഞ്ഞ് പരത്തി നമ്മൾ അങ്ങനെയുള്ള കമൻറ്റുകളോ അങ്ങനെയുള്ള കണ്ടൻറ്റുകളോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലുള്ള വർഗവർണ്ണങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു മറ്റൊരു സെക്ടറിനെ കുറിച്ചോ മറ്റൊരു ട്രൈബിനെ കുറിച്ചോ നമ്മൾ മോശമായിട്ടും ഒരിക്കലും തന്നെ നമ്മൾ കണ്ടന്റിൽ ഉൾപ്പെടുത്തരുത്. അത് ഈ രാജ്യത്ത് മാത്രമല്ല മറ്റൊരു രാജ്യത്തുള്ള ആൾക്കാരെ കുറിച്ച് നാം പറയാൻ പാടില്ല. പൊതുജന താല്പര്യങ്ങൾക്കെതിരെയുള്ള ഒരു കാര്യവും നമ്മുടെ കണ്ടന്റിൽ ഉണ്ടാവരുത്. വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ ഈ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റത്തെക്കുറിച്ചോ ലീഗലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ജുഡീഷ്യറിയുടെ കാര്യങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും ഒരു കാര്യം നിയമം വന്നു കഴിഞ്ഞാൽ നിലവിൽ വന്നു കഴിഞ്ഞാലോ അതിനെതിരായിട്ട് നാം ഒരിക്കലും തന്നെ നമ്മുടെ കണ്ടന്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഒരാളെക്കുറിച്ച് ഇകഴ്ത്താനോ ഒരാളെക്കുറിച്ച് അവരുടെ സമ്മതമില്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് പ്രൈവസിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അങ്ങനെയുള്ള പ്രൈവസിയെക്കുറിച്ചുള്ള ഒരു കമൻറ്റുകളോ ഒരു കണ്ടന്റോ നാം ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഇതിന് ഏതെങ്കിലും രീതിയിൽ ഹാംഫുൾ ആയിട്ടുള്ള പിക്ചറുകളോ ഡ്രോയിങ്സോ അതേപോലെ തന്നെ ഏതെങ്കിലും മൂവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പിനെ കുറിച്ചോ നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ടുള്ള പ്രചാരം നടത്തരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പബ്ലിക് ഇൻട്രസ്റ്റിനെതിരായിട്ടൊന്നും നമ്മൾ പറയരുത്. പബ്ലിക് മൊറലിനെ ബാധിക്കുന്ന രീതിയിൽ പറയരുത്. ഏതെങ്കിലും ഈ ചെറുപ്പക്കാരാണെങ്കിലോ കുട്ടികളാണെങ്കിലോ യൂത്തിനെ ആണെങ്കിലോ നമ്മൾ അവരുടെ മൊറലിനെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടന്റ് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന ന്യൂസുകൾ, ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന റൂമറുകൾ, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. യു എക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ യു എ എതിർക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയോ ഏതെങ്കിലും ആളുകളെയോ നമ്മൾ ഗ്ലോറിഫൈ കാണിച്ച് ഇവിടെ മെസ്സേജ് ഇടാൻ പാടില്ല. കുട്ടികളുടെ റൈറ്റ്സ്, അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും പാടില്ല. പിന്നെ നമ്മളിവിടുത്തെ ഭരണാധികാരികളുടെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്ന സമയത്ത് അത് പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കാണിക്കണമെങ്കിൽ മീഡിയ അപ്രൂവൽ എടുക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടും പറയുന്നത്. പറഞ്ഞു വരുന്നത് ഇതെല്ലാം നമ്മൾ ശിരസാ വഹിച്ച് വേണം ഇവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിയത് രീതിയിൽ കമൻറ്റ് ചെയ്യാനോ തോന്നിയ രീതിയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യാനോ നമ്മൾക്ക് ശ്രമം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. പക്ഷേ ഇത് മറ്റുള്ളവരെ കൂടി അത് ബാധിക്കും. മാത്രമല്ല മറ്റുള്ളവരെക്കാളും നമുക്ക് സ്വയം തന്നെ ഇത് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റിവ്യൂ ഇടുക എന്നുള്ളതാണ്. നമ്മൾക്കിപ്പം റിവ്യൂ ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഗൂഗിൾ റിവ്യൂ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ അനുഭവങ്ങളൊക്കെ ഇടാം. പക്ഷേ അസത്യമായിട്ടോ അതല്ലെങ്കിൽ വസ്തുതാവിരുദ്ധവുമായിട്ടുള്ള ഏത് റിവ്യൂ ആണെങ്കിലും ആ റിവ്യൂവിനെതിരെ ആ കമ്പനിക്കാരോ ആ ഇൻഡിവിജ്വലോ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും എന്നുള്ളത് കൂടി ഓർക്കുക. എല്ലാവർക്കും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള നല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മുനീർ അൽ വഫ, വീട്ടിലാണ്.